ഇന്നെന്താ ഉച്ചയ്ക്ക് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ബിരിയാണിയാണെന്ന്. ഒന്നും നോക്കില്ല, ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ബിരിയാണി കേട്ടോ. ആദ്യം തന്നെ എഗ് ഇതൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടോ ഇതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മസാല ഫുള്ള് എണ്ണയിലാവും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ മസാല ഫുള്ള് എഗ്ഗിലേക്ക് പറ്റി പിടിച്ചിരുന്നോളൂ. എഗ്ഗൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചട്ടിയില് കുറച്ച് എണ്ണയും കൂടി വെച്ച് നമ്മുടെ ഈ കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത് പോയി എണ്ണയിൽ തന്നെ നമ്മൾ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അമ്മ റൈസിലുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കേണ്ടിയിരിക്കും കേട്ടോ. കുറച്ച് എണ്ണ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്ത് ഇതിലേക്ക് അരി വേവാൻ വേണ്ട പാത്രം വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അമ്മ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട പാകത്തിന് ഉപ്പും 2 മുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചേക്കണം കേട്ടോ. റൈസിന്റെ കാര്യം ഒരു ഇതൊക്കെ ഓക്കെ ആയപ്പോൾ ഇന്ന് നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കാൻ നോക്കുകയാണ്. സവാള കഴിച്ചെടുത്ത എണ്ണയിലേക്ക് അല്പം ഗ്രാമ്പൂ, എരി പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു തക്കാളി അരച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും നേരത്തെ നമ്മൾ വരട്ടി വെച്ച സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണേ. ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. പിന്നെ അല്പം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് എഗ്ഗും കൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു മസാലക്കൂട്ട് റെഡി ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയ സ്ഥിതിക്ക് ഇനി ഇതൊന്ന് ദമ്മിടാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് ദം കൂടി ഇട്ടാൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ ഗ്രേവിയുടെ മുകളിൽ നമുക്ക് ഈ റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ നടുക്കിന് ഞാൻ ഇതുപോലെ ഒരു പച്ചമുളക് കുത്തിവെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിനയിലയും മല്ലിയിലയും പിന്നെ നേരത്തെ വഴറ്റി വെച്ച സവാളയും കാഷ്നട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അങ്ങനെ നമ്മുടെ ദമ്മിട്ട ഈ ഒരു ബിരിയാണി റെഡി ആയിട്ടോ. ഇനി ഞാൻ കഴിക്കേണ്ട നിർത്തിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ, ബാക്കി നാളെ.